പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ ഫെബ്രുവരി 15-ന്. ലോഗോ പ്രകാശനം ഒക്ടോബർ 5-ന്. മെട്രോ സിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രം നടന്നുവരുന്ന മാരത്തോൺ മത്സരം ഗ്രാമാന്തരീക്ഷത്തിൽ നടത്താൻ റണ്ണേഴ്സ് പെരിങ്ങോട് ഒരുക്കം ഊർജിതമാക്കിയതായി സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത ഫെബ്രുവരി 15-നാണ് ഹെറിറ്റേജ് മാരത്തോൺ നടക്കുന്നത്. ഇപ്പൊ അത് രജിസ്റ്റേർഡ് ആണ്. അത് റണ്ണേഴ്സ് ക്ലബ് എന്നുള്ള പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അതിൽ പ്രസിഡന്റ് ആണ് ശ്രീ MP മണി. ഇദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, DYSP റാങ്ക് ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആണ് പ്രധാനമായിട്ടുള്ള. പിന്നെ ഒരു പറ്റം ചെറുപ്പക്കാര് എന്തിനും ഈ ഒരു സപ്പോർട്ടായിട്ട് ഇത് ഉദ്യോഗം കിട്ടിയിട്ടുള്ള ആൾക്കാർ വരെ, അദ്ദേഹത്തെ പോലീസിലൊക്കെ ഉള്ള ആളാണ്, അവരൊക്കെ ഇതിന്റെ പ്രധാനമായിട്ട് ചുക്കാൻ പിടിക്കുകയാണ്. അതേപോലെ ശ്രീ രമേശ്, ഇദ്ദേഹമൊക്കെ നാഷണൽ ലെവലിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. സാജൻ മാഷ്, ശ്രീ ധർമ്മരാജൻ, എല്ലാവരും അതെ, ഗണേഷ്, എല്ലാവരും ഇതിൽ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം വലിയൊരു ഗ്രൂപ്പായി നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ഒരു മാരത്തോൺ മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെരിങ്ങോട് ഇപ്പോൾ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. പക്ഷേ അതിലുപരിയായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇതേവരെ നടന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല കൂടി നമ്മൾ ആ ഗ്രാമത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ എന്ന പേരിൽ ഈ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും, അതുപോലെ നമ്മുടെ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുറമെന്നുള്ള ഓട്ടക്കാർ അല്ലെങ്കിൽ അത്ലറ്റുകൾ കൂടാതെ നമ്മുടെ തൃത്താല ബ്ലോക്ക്, നമ്മുടെ പരിധിയിലുള്ള ആളുകളെയെല്ലാം ഈ ഹെൽത്തിൻ്റെ ഈ കാര്യത്തിലേക്ക് അവരെ ശ്രദ്ധ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. സ്പോർട്സ് പ്രേമികൾ കാണാനും ആസ്വദിക്കാനും പങ്കാളികളാവാനും കൊതിക്കുന്ന 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് ഒരുക്കം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാരത്തോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതോടൊപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്കും പ്രസിദ്ധീകരിച്ചിരുന്നു. മാരത്തോണിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഒക്ടോബർ 5-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പെരിങ്ങോട് സ്കൂളിൽ നടക്കും. മന്ത്രി MP രാജേഷ് ലോഗോ പ്രകാശനം നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയാവും. ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം മുൻ MLA BT ബൽറാം നിർവഹിക്കും. പ്രചാരണ സന്ദേശം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രനും നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 7 മുതൽ 78 വയസ്സ് പ്രായമുള്ളവരുടെ പ്രഭാത വ്യായാമ സംഘമായ റണ്ണേഴ്സ് പെരിങ്ങോടാണ് ഇതം പ്രഥമമായി ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. വെറും വ്യായാമം എന്നത് മാത്രമല്ല, മികച്ച കായികക്ഷമതയുള്ള യുവതയെ വാർത്തെടുക്കലാണ് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ ലക്ഷ്യം. സൈനിക, അർദ്ധസൈനിക, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ ഉതകുന്ന തരത്തിൽ യുവാക്കളെ കായികമായി പാകപ്പെടുത്തിയെടുക്കുന്ന ചിട്ടയായ പ്രവർത്തനവും റണ്ണേഴ്സ് പെരിങ്ങോട് നടത്തി വരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ കീഴിൽ അഭ്യസിച്ച 40ഓളം പേർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട്. റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാരത്തോൺ 2026 ഫെബ്രുവരി 15-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റണ്ണേഴ്സ് പെരിങ്ങോട് ക്ലബ് ഭാരവാഹികളായ MP മണി, I വിമൽ ചന്ദ്രൻ, അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, രമേശ് തറാൽ, PM വാസുദേവൻ, T ധർമ്മരാജൻ, P ഗണേഷ് കുമാർ, KP വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.